അപ്പോൾ ഇനി 131ാമത്തെ ചോദ്യമാണ്, വാട്ട് ഈസ് സ്പേം അല്ലെങ്കിൽ സ്പേം എന്ന് വെച്ചാൽ എന്താണ്? സ്പേം ഈസ് ദ മെയിൽ റിപ്രൊഡക്റ്റീവ് സെൽ ഓർ ഗെയ്മേറ്റ്. സ്പേം എന്ന് പറയുന്നത് ഒരു പുരുഷൻ്റെ റിപ്രൊഡക്റ്റീവ് പ്രത്യുൽപാദനത്തിനുള്ള സെൽ കോശം അല്ലെങ്കിൽ അതിനെ ഗെയ്മേറ്റ് എന്ന് പറയുന്നു. ഓക്കെ, സ്പേം ഈസ് കോൾഡ് ഗെയ്മേറ്റ് ബിക്കോസ് ദ സ്പേം സെൽ ഈസ് ദ ഹാഫ് ഓഫ് ദ ഹോൾ. അപ്പോൾ നമ്മളോട് ചോദിക്കുകയാണ്, വൈ സ്പേം ഈസ് കോൾഡ് ഗെയ്മേറ്റ്? അതായത് സാധാരണ നമ്മൾ പുസ്തകത്തിൽ കാണുന്ന ഗെയ്മേറ്റ്സ് ആണ്, എന്തുകൊണ്ടാണ് സ്പേമിനെ ഗെയ്മേറ്റ് എന്ന് വിളിക്കുന്നത്? സ്പേം ഈസ് കോൾഡ് ഗെയ്മേറ്റ്, സ്പേമിനെ ഗെയ്മേറ്റ് എന്ന് വിളിക്കുന്നു ബിക്കോസ് ദ സ്പേം സെൽ. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, സ്പേം സെൽ ഈസ് ദ ഹാഫ് ഓഫ് ഓൾ. സ്പേം സെൽ എന്ന് പറയുന്നത് പൂർണ്ണത എത്തേണ്ടതിൻ്റെ ഒരു പകുതി ഭാഗമായതുകൊണ്ടാണ്. ഓക്കെ, ഇനി അതായത് ഒരു പൂർണ്ണത എത്തണമെങ്കിൽ ഫീമെയിൽ എഗ്ഗുമായിട്ട് ചേരണം. അപ്പോൾ ഈ ഫീമെയിൽ എഗ്ഗുമായിട്ട് ചേർന്ന് കഴിയുമ്പോൾ 46 ക്രോമോസോം ഉള്ളത് ഒരു സിദ്ധാന്തമായിട്ട് അല്ലെങ്കിൽ ഒരു കലയായിട്ട് അല്ലെങ്കിൽ ഒരു കോശമായിട്ട് രൂപപ്പെടും. അത്രയും നേരം പകുതി ക്രോമോസോമാണ് ഇവിടെ ഉള്ളൂ, അതുകൊണ്ടാണ് അതിനെ ഗെയ്മേറ്റ് എന്ന് വിളിക്കുന്നത്. ഇതിൻ്റെ ബാക്കി ഗെയ്മേറ്റ് ആയിട്ടുള്ളത് ഓവമാണ്. അപ്പോൾ ഇത് രണ്ടിൻ്റെയും കൂടി പകുതി മാത്രം ക്രോമോസോം ഉള്ളതിനാലാണ് ഇതിനെ ഗെയ്മേറ്റ് എന്ന് വിളിക്കുന്നത്. ഇത് അവിടെ ചേർന്ന് കഴിയുമ്പോഴാണ് ഫുൾ ആവുതീരുകയുള്ളൂ. ഇനി 133ാമത്തെ ചോദ്യം, വെൻ സ്പേം കൊമ്പൈൻസ് വിത്ത് ഫീമെയിൽ ഗെയ്മേറ്റ് ഓർ എഗ് ഇറ്റ് റിസൾട്ട് ഇൻ ദ ഹ്യൂമൻ എംബ്രിയോ. അപ്പോൾ വാട്ട് ഹാപ്പൻ വെൻ ഇഫ് ദർ ഈസ് എ ഫ്യൂഷൻ ഓർ കൊമ്പൈൻസ് വിത്ത് ദ സ്പേം ആൻഡ് എഗ്? അതായത് ഈ ഫീമെയിൽ ഗെയ്മേറ്റ് ആയിട്ട് ചേർന്ന് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? അതായത് സ്പേം ഫീമെയിൽ ഗെയ്മേറ്റ് അല്ലെങ്കിൽ എഗ്ഗുമായിട്ട് ചേർന്ന് കഴിയുമ്പോൾ ഹ്യൂമൻ എംബ്രിയോയുടെ രൂപീകരണം സംഭവിക്കുന്നു. ഇനി 134ാമത്തെ ചോദ്യം, സൈഗോട്ട് ഈസ് എ യൂക്രിയോട്ടിക് സെൽ. അപ്പം വാട്ട് കൈൻഡ് ഓഫ് സെൽ ഈസ് സൈഗോട്ട് എന്ന് ചോദിച്ചാൽ നമ്മൾ എഴുതുക സൈഗോട്ട് ഈസ് എ യൂക്രിയോട്ടിക് സെൽ. ഇനി 135ാമത്തെ ചോദ്യം, ദ സൈഗോട്ട്സ് ജീനോം ഈസ് കോമ്പിനേഷൻ ഓഫ് ദ DNA ഇൻ ഈച്ച് ഗെയ്മേറ്റ്. അതായത് ഹൗ ദ സൈഗോട്ട്സ് DNA ഈസ് ഫോംഡ്. എങ്ങനെയാണ് ഒരു സൈഗോട്ടിൻ്റെ DNA രൂപപ്പെടുത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ രൂപപ്പെട്ടിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയുക ദ സൈഗോട്ട്സ് DNA അല്ലെങ്കിൽ സൈഗോട്ട്സ് ജീനോം, സൈഗോട്ടിൻ്റെ ജീന് ഈസ് കോമ്പിനേഷൻ ആകുന്നു. എന്തിൻ്റെ? കൂടിച്ചേരലിൻ്റേതാണ്. ഓക്കെ, എന്തിൻ്റെ? ഓഫ് ദ DNA ഓഫ് ഈച്ച് ഗെയ്മേറ്റ്. അതായത് രണ്ട് ഗെയ്മേറ്റ്സിൻ്റെ, അതായത് പുരുഷ ബീജത്തിൻ്റെയും സ്ത്രീയുടെ അണ്ടത്തിൻ്റെയും കൂടിച്ചേരൽ പരിണിത ഫലമായിട്ട് രൂപപ്പെടുന്ന DNA ആയിരിക്കും സൈഗോട്ടിൻ്റെ DNA എന്ന് പറയുന്നത്. അപ്പോൾ സൈഗോട്ടിന് പിതാവിൻ്റെ DNAയും മാതാവിൻ്റെ DNAയും കൂടിച്ചേർന്നിരിക്കുകയായിരിക്കും. ഓക്കെ, ഇനി 136, Zygote contains all the genetic information needed for the new individual. What is the speciality of zygote? Zygote contains all the genetic information. അതായത് സൈഗോട്ടിലുണ്ട് എല്ലാ ജനറ്റിക് ഇൻഫർമേഷനും നീഡഡ് ഫോർ ദ ആവശ്യമായിട്ടുള്ള എ ന്യൂ ഇൻഡിവിജ്വൽ, ഒരു പുതിയ ഇൻഡിവിജ്വലിന് ആവശ്യമായിട്ടുള്ള എല്ലാ ജനറ്റിക് ഇൻഫർമേഷനും എവിടെയുണ്ട്? സൈഗോട്ടിൽ ഉണ്ട്. ഇനി 137ാമത്തെ ചോദ്യം, ദ റാപ്പിഡ് മൾട്ടിപ്പിൾ റൗണ്ട്സ് ഓഫ് സെൽ ഡിവിഷൻ ആർ ടേംഡ് ആസ് ക്ലീവേജ്. അതായത് വാട്ട് ഈസ് ക്ലീവേജ്? ക്ലീവേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ റാപ്പിഡ് മൾട്ടിപ്പിൾ റൗണ്ട്സ് ഓഫ് സെൽ ഡിവിഷൻ, അതായത് പെട്ടെന്നുണ്ടാകുന്ന ത്വരഗതിയിലുണ്ടാകുന്ന സെൽ ഡിവിഷനുകളെ എന്താണ്? ആർ ടേംഡ് ആസ് ക്ലീവേജ്. അതായത് ഈ സിദ്ധാന്തത്തിൽ അല്ലെങ്കിൽ സൈഗോട്ടിലുണ്ടാകുന്ന തുടർച്ചയായിട്ടുള്ള സെൽ ഡിവിഷനുകളെയാണ് എന്ത് എന്ന് പറയുന്നത്? ക്ലീവേജ് എന്ന് പറയുന്നത്. ഇനി 138ാമത്തെ ചോദ്യം, ഫലോപ്പിയൻ ട്യൂബ് ഈസ് വൺ ഓഫ് ദ ടു ലോങ് സ്ലെൻഡർ ട്യൂബ്സ് ദാറ്റ് കണക്ട് ദ ഓവറീസ് ടു യൂട്രസ്. അതായത് ഫലോപ്പിയൻ ട്യൂബ് എന്താണ്? രണ്ട് നീണ്ട ട്യൂബുകളാണ് സിലിണ്ടർ പോലെയുള്ളത്. എന്താണ്? കണക്ട് ദ ഓവറീസ് ടു യൂട്രസ്, അതായത് ഓവറിയെ യൂട്രസുമായിട്ട് കണക്ട് ചെയ്യുന്നു. ടു വാട്ട് ദ ഫലോപ്പിയൻ ട്യൂബ് കണക്ട്സ് എന്ന് ചോദിച്ചാൽ പറയുക ഫലോപ്പിയൻ ട്യൂബ്സ് കണക്ട് വിത്ത് ദ ഓവറീസ് ടു ദ യൂട്രസ് എന്ന് നമ്മൾ പറയുക. ഓക്കെ, ഇനി നമ്മൾ 139ാമത്തെ ചോദ്യമായിട്ടാണ് തന്നിരിക്കുന്നത്. ഓക്കെ, വാട്ട് ഈസ് മൊറൂള? അല്ലെങ്കിൽ നമുക്ക് ആ പിക്ചർ അവിടെ ഉണ്ടല്ലോ, ആ പിക്ചറിലേക്ക് നിങ്ങൾ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും. പേജ് നമ്പർ 120. വാട്ട് ഈസ് മൊറൂള? അപ്പം മൊറൂള എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? മൊറൂള ഈസ് എ മൈക്രോസ്കോപ്പിക് ബോൾ ഓർ ക്ലസ്റ്റർ ഓഫ് സെൽ ഫോംഡ് ത്രൂ സെൽ ഡിവിഷൻ. അതായത് മൊറൂള എന്ന് പറയുന്നത് ഒരു മൈക്രോസ്കോപ്പിക് ബോൾ, അതൊരു മൈക്രോസ്കോപ്പിൽ കൂടെ കാണാൻ പറ്റുന്ന ഒരു ബോൾ അല്ലെങ്കിൽ എ ക്ലസ്റ്റർ ഓഫ് സെൽസ് ആണ്, ഒരു കൂട്ടം സെല്ലുകളാണ്. എന്താണ് അവയുടെ പ്രത്യേകത? ഫോംഡ് ത്രൂ സെൽ ഡിവിഷൻ, അത് സെൽ ഡിവിഷനിലൂടെയാണ് രൂപപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിച്ചു.
ഇനി നമ്മളോട് ചോദിക്കുകയാണ് വാട്ട് ഈസ് മൊറൂള എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൊറൂള ഈസ് ദ എയർലി എംബ്രിയോണിക് ഡെവലപ്മെൻറ്റ് ഡാഷ് ഈസ് ആൻ എയർലി എംബ്രിയോണിക് ഡെവലപ്മെൻറ്റ് എന്നൊരു ചോദ്യം വന്ന് നമ്മൾ എഴുതേണ്ടത് മൊറൂള ഈസ് ആൻ എയർലി എംബ്രിയോണിക് ഡെവലപ്മെൻറ്റ് എന്ന് നമ്മൾ എഴുതേണ്ടതാണ്. ഇനി 141 ചോദ്യം ഫോർമേഷൻ ഓഫ് മൊറൂള ഈസ് ഫോംഡ് ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ ബട്ട് ബിഫോർ ദ ബ്ലാസ്റ്റോസിഡ് സ്റ്റേജ്. അതായത് വെൻ ഡു മൊറൂള ഈസ് ഫോംഡ്, മൊറൂള എപ്പോഴാണ് ഫോം ചെയ്യപ്പെടുന്നത്? ഫോർമേഷൻ ഓഫ് മൊറൂള ഈസ് ഫോംഡ് അതായത് മൊറൂള ഫോം ചെയ്യപ്പെടുന്ന എപ്പോഴാണ്? ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ, അതായത് ഫെർട്ടിലൈസേഷന് ശേഷമാണ്. ബട്ട് ബിഫോർ ബ്ലാസ്റ്റോസിഡ് സ്റ്റേജ്, അതായത് ബ്ലാസ്റ്റോസിഡ് സ്റ്റേജിന് തൊട്ട് മുൻപിലുമായിട്ടാണ് ഇത് രൂപപ്പെടുന്നത്. ഓക്കെ. ഇനി 142 ചോദ്യം എ ബ്ലാസ്റ്റോസിറ്റ് ഈസ് എ ബോൾ ഓഫ് സെൽ ഫോംഡ് ഇയർലി ഇൻ പ്രഗ്നൻസി. ബ്ലാസ്റ്റോസിറ്റ് എന്ന് വെച്ചാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതുക. വാട്ട് ഈസ് ബ്ലാസ്റ്റോസിറ്റ്? ബ്ലാസ്റ്റോസിറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ബ്ലാസ്റ്റോസിറ്റ് ഈസ് എ ബോൾ ഓഫ് സെൽസ്, അതായത് ബ്ലാസ്റ്റോസിറ്റ് എന്ന് പറയുന്നത് ഒരു ഒരു ബോൾ പോലെയുള്ള ഒരു സെല്ലാണ്. ഫോംഡ് ഇയർലി ഇൻ പ്രഗ്നൻസി, അത് പ്രഗ്നൻസിക്ക് അതായത് പ്രഗ്നൻസിയുടെ ആദ്യ കാലഘട്ടങ്ങളിൽ രൂപപ്പെടുന്ന ഒന്നാണ്. ഇനി 143 ചോദ്യം ബ്ലാസ്റ്റോസിറ്റ് ഹാപ്പൻസ് ആഫ്റ്റർ 5 to 6 days of sperm fertilization as an egg. So after how many days the blastosis happens, അതായത് എത്ര ദിവസം കഴിഞ്ഞാണ് ബ്ലാസ്റ്റോസിസ് സംഭവിക്കുന്നത്? ബ്ലാസ്റ്റോസിസ് സംഭവിക്കുന്നു ആഫ്റ്റർ 5 to 6 days, അതായത് 5 or 6 ദിവസം കഴിഞ്ഞപ്പോഴാണ് സ്പേം ഫെർട്ടിലൈസസ് ആൻ എഗ്, അതായത് ഒരു സ്പേം ഒരു എഗ്ഗിനെ ഫെർട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞ് 5 or 6 ദിവസം കഴിഞ്ഞാണ് ബ്ലാസ്റ്റോസിസ് സംഭവിക്കുന്നത്. ഇനി 144 ചോദ്യം ദ ബ്ലാസ്റ്റോസിറ്റ്സ് ബോൾ സെൽ ഈസ് ഇംപ്ലാന്റഡ് ഇൻ ദ യൂട്ടറൈൻ വാൾ. വേർ ഡു ദ ബ്ലാസ്റ്റോസിറ്റ് ബോൾ ഈസ് ഇംപ്ലാന്റഡ് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയുക ബ്ലാസ്റ്റോസിറ്റ് സെൽ ഈസ് ഇംപ്ലാന്റഡ് ഇൻ ദ യൂട്ടറൈൻ വാൾ, അതായത് ബ്ലാസ്റ്റോസിറ്റ് ബോൾ ആകുന്ന സെല്ല് യൂട്ടറൈൻ വാളിൽ ആണ് ഇംപ്ലാന്റ് ചെയ്തിരിക്കുന്നത്. യൂട്ടറൈൻ വാൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക യൂട്രസിനകത്ത് രൂപപ്പെടുന്ന ആ യൂട്ടറൈൻ ലൈനിങ്ങിനെ അല്ലെങ്കിൽ ശിശുവിന് വളരുവാൻ അല്ലെങ്കിൽ എംബ്രിയോയ്ക്ക് വളരുവാൻ വേണ്ടിയിട്ട് ഉള്ള ആ രൂപപ്പെടുന്ന കവചത്തിനെയാണ് യൂട്ടറൈൻ വാള് എന്ന് പറയുന്നത്. അപ്പോൾ ബ്ലാസ്റ്റോസിറ്റ്സ് എവിടെയാണ് അറ്റാച്ച് ചെയ്യപ്പെടുന്നത്, ഇംപ്ലാന്റ് ചെയ്യപ്പെടുന്നത്? യൂട്ടറൈൻ വാളിനകത്താണ്. ഇനി 145 ചോദ്യം ഇവാഞ്ചലി ബ്ലാസ്റ്റോസിറ്റ്സ് ബിക്കം ദ എംബ്രിയോ ആൻഡ് ദെൻ ദ ഫീച്ചേഴ്സ്. സോ വാട്ട് ഹാപ്പൻ ടു ദ ബ്ലാസ്റ്റോസിറ്റ്? എങ്ങനെയാണ് ബ്ലാസ്റ്റോസിറ്റിൽ ഒരു മാറ്റം സംഭവിക്കുന്നത്? ഹൗ ദ ബ്ലാസ്റ്റോസിറ്റ്സ് ചേഞ്ചസ്. ബ്ലാസ്റ്റോസിസ് ഇവാഞ്ചലി ബിക്കം ദ എംബ്രിയോ. ബ്ലാസ്റ്റോസിസ് സ്ലോലി പയ്യെ എന്ത് ചെയ്യുന്നു? എംബ്രിയോ ആയിത്തീരുന്നു. ആൻഡ് ദെൻ ഫീച്ചേഴ്സ് ആയിത്തീരുന്നു. അതിനുശേഷം എന്തായിത്തീരുന്നു? ഫീച്ചേഴ്സ് ആയി തീരുന്നു. എനിക്ക് തോന്നുന്നു ആ ഭാഗം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു. ഇനി 146 ചോദ്യം ദ എൻഡോമെട്രിയം ഈസ് ദ ടിഷ്യൂ ദാറ്റ് ലൈൻസ് ദ യൂട്രസ് ഓർ വൂം. അതായത് വാട്ട് ഈസ് എൻഡോമെട്രിയം? എൻഡോമെട്രിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? എൻഡോമെട്രിയം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ടിഷ്യൂ ദാറ്റ് ലൈൻസ് ദ യൂട്രസ് ഓർ വൂം. അതായത് അതൊരു ടിഷ്യൂ ആണ്. എന്തിനെയാണ്? യൂട്രസിനകത്ത് രൂപപ്പെടുന്ന ഒരു ലൈനിങ്ങോ ഒരു ടിഷ്യൂവിനെയോ ആണ് എൻഡോമെട്രിയം എന്ന് പറയപ്പെടുന്നത്. ഇനി 147 ചോദ്യം ദ എൻഡോമെട്രിയം mucous membrane thickens in anticipation of the possible pregnancy. What happens to the endometrium? എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എൻഡോമെട്രിയം മൂക്കസ് എന്താണ് ചെയ്യുന്നത്? മെംബ്രൈൻ, അതായത് എൻഡോമെട്രിയത്തിനകത്ത് ഒരു മൂക്കസ് മെംബ്രൈൻ രൂപപ്പെടുന്നു. അത് തിക്കൻ ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ട്? പ്രഗ്നൻസിക്ക് മുൻപ്. ഓക്കെ. വാട്ട് ഹാപ്പൻ ടു ദ എൻഡോമെട്രിയം ബിഫോർ പ്രഗ്നൻസി? അതായത് പ്രഗ്നൻസിക്ക് മുൻപേ തന്നെ എൻഡോമെട്രിയത്തിൻ്റെ വാളുകൾ തിക്കാവപ്പെടുകയും അത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു കവചമായിട്ട് രൂപപ്പെടുകയും ചെയ്യുന്നു. എന്തിന്? ആ സ്പേമും അണ്ടവും കൂടി ചേർന്നിരിക്കുന്ന സൈഗോട്ടിന് അല്ലെങ്കിൽ സിദ്ധാന്തത്തിന് ഒന്നിച്ചു ചേരുന്നതിന് വേണ്ടിയിട്ട്. ഇനി 148 ചോദ്യം ഈ ഫെർട്ടിലൈസ്ഡ് എഗ് ഈസ് ഇംപ്ലാന്റഡ് ഇൻ ദ ലൈനിങ് ഓഫ് ദ യൂട്രസ്. അപ്പോൾ ഫെർട്ടിലൈസ്ഡ് എഗ് വേർ ഡു ദ ഫെർട്ടിലൈസ്ഡ് എഗ് ഈസ് ഇംപ്ലാന്റഡ്? ഫെർട്ടിലൈസ്ഡ് എഗ് ഈസ് ഇംപ്ലാന്റഡ് ഇൻ ദ യൂട്രസ്, ലൈനിങ് ഓഫ് ദ യൂട്രസ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക വേർ ഡു എവിടെയാണ് ഫെർട്ടിലൈസ്ഡ് എഗ് ഇംപ്ലാന്റ് ചെയ്യപ്പെടുന്നത്? ഫെർട്ടിലൈസ്ഡ് എഗ് ഈസ് ഇംപ്ലാന്റഡ് ഇൻ ദ ലൈനിങ് ഓഫ് ദ യൂട്രസ്. യൂട്രസിൻ്റെ അകത്തുള്ള ലൈനിങ് അല്ലെങ്കിൽ ആ കവചത്ത് അല്ലെങ്കിൽ ആ എൻഡോമെട്രിയത്തിലാണ് ഇംപ്ലാന്റ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി 149 ചോദ്യം ബ്ലാസ്റ്റോസിറ്റ് ഗ്രോസ് അറ്റാച്ചസ് ടു ദ ലൈനിങ് ഓഫ് ദ യൂട്രസ് ഈസ് കോൾഡ് എൻഡോമെട്രിയം. അതായത് വാട്ട് ഈസ് എൻഡോമെട്രിയം? എൻഡോമെട്രിയം എന്ന് പറഞ്ഞാൽ എന്താണ്? കവചം ടു വിച്ച് ദ യൂട്രസ് ഈസ്
ടു വിച്ച് ദ എൻഡോമെട്രിയം ഈസ് അറ്റാച്ച്ഡ്, അതിന് പറയുന്ന പേരാണ് ബ്ലാസ്റ്റോസിറ്റ് എന്ന് പറയുന്നത്. ഇനി 150-ാമത്തെ ചോദ്യം, ഇംപ്ലിമെൻറ്റേഷൻ ഹാപ്പൻസ് വെൻ ഫെർട്ടിലൈസ്ഡ് എഗ് അറ്റാച്ചസ് ടു ദ യൂട്രൈൻ ലൈനിങ്. അതായത് വെൻ ഡു ഇംപ്ലിമെൻറ്റേഷൻ ഹാപ്പൻസ്, ഇംപ്ലിമെൻറ്റേഷൻ എപ്പോഴാണ് സംഭവിക്കുന്നത്? ഇംപ്ലിമെൻറ്റേഷൻ സംഭവിക്കുന്നു വെൻ എ ഫെർട്ടിലൈസ്ഡ് എഗ് അറ്റാച്ചസ് ടു ദ യൂട്ടറൈൻ ലൈനിങ്. യൂട്രൈൻ ലൈനിങ്ങിനോട് ഈ ഫെർട്ടിലൈസ്ഡ് എഗ് അറ്റാച്ച് ചെയ്യപ്പെടുമ്പോഴാണ് ഇംപ്ലിമെൻറ്റേഷൻ സംഭവിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ പാഠഭാഗം നിങ്ങൾക്ക് മനസ്സിലായെന്ന്. ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം.